ആര് മൊബൈൽ തുറന്നു വെച്ചാൽ ആ മൊബൈലിലെ സ്ക്രീനിൽ നോക്കിയാൽ കിതാബ് കാണാം. ആ കിതാബിന്റെ വിവരണം മലയാളത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. ഗസാലി ഇമാമിന്റെ വളരെ സുപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ബിദായത്തുൽ ഹിദായ. വളരെ ചെറു ഗ്രന്ഥമാണെങ്കിലും 3 പാർട്ടുകളായി ആത്മീയതയും കർമ്മമണ്ഡലവും വിശ്വാസവും എല്ലാം സമന്വയിപ്പിച്ചു പറയുന്ന, പഠിപ്പിക്കുന്ന നല്ലൊരു കൊച്ചു ഗ്രന്ഥമാണത് ബിദായത്തുൽ ഹിദായ. 24 വീഡിയോകളിലായിട്ട് ആ ക്ലാസുകൾ കേൾക്കാൻ കഴിയും. അതിന്റെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഉയർച്ച അതിപ്പോൾ നാം നേടിയിട്ടില്ലെങ്കിലും അതിന്റെ ബാല്യദശയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇന്നത് ലഭ്യമാണ്. ഗസാലി ഇമാം ഏതൊരാൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ രചിച്ചൊരു കൊച്ചു ഗ്രന്ഥമാണ് അയ്യുഹൽ വലദ്. അത് പൂർണ്ണമായി അതിൽ ലഭ്യമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കേരളക്കലയിൽ രചിക്കുകയും ലോകത്തോളം അതിന്റെ പ്രശസ്തി ഉയരുകയും ചെയ്ത ഗ്രന്ഥമാണ് ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥം. ബുദ്ധിയുള്ളവർക്കുള്ള സന്മാർഗ വഴി എന്നർത്ഥം വരുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം പൂർണ്ണമായി വീഡിയോകളിലായി ക്രമപ്രകാരം ലഭ്യമാണ്. ഞാൻ ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയ ഇന്റഗ്രേഷൻ, ഡിവൈസുകളുടെ ഉപയോഗത്തിലെ സാക്ഷരത, ലിറ്ററേഷൻ, ഇത് നാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്തുമാത്രം മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും? പകരം നമ്മൾ ഇങ്ങനെ വിമർശിക്കുകയാണ്. അത് കാണുന്നു, ഇത് കാണുന്നു. കാണാതിരിക്കാൻ പറ്റുമോ? ഇതിലേറ്റവും നല്ല മൊബൈൽ ഇല്ലാത്ത ആരാ കൂട്ടത്തിലുള്ളത്? എല്ലാവരുടെ കയ്യിലും വളരെ നല്ല സംവിധാനങ്ങളുള്ള ഫോൺസ് ഉണ്ട് കയ്യിൽ. ഫോൺ കയ്യിലുണ്ടായിട്ട് സമയം യഥേഷ്ടമുള്ളവർ, ഈ സമയത്തിനിടയിൽ ഏത് പ്രായമുള്ളവരും ഇങ്ങനെ തൊട്ട് പോകുന്നതിനിടയിൽ ഉപകാരപ്പെടുന്ന കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു കൾച്ചർ, അങ്ങനെ ഒരു കൾട്ടിവേഷൻ, നമ്മുടെ സാംസ്കാരികമായ രൂപകൽപ്പന, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എത്ര പുരോഗതി ഉണ്ടാകും, എത്ര ഉഷാറുണ്ടാകും, എന്തൊരു റാഹത്തുണ്ടാകും. കാര്യമുള്ളൊരു വിഷയത്തിൽ ഉപയോഗിച്ച് ശീലിച്ചാൽ ഈ ഡിവൈസിൽ പിന്നെ തോണ്ടൂല. കാര്യമുള്ളത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് കാര്യമില്ലാത്ത അനാശാസ്യവും അല്ലെങ്കിൽ വേണ്ടാത്തരങ്ങളും അർത്ഥശൂന്യമായതും കണ്ട് സമയം കളയുന്നത് അപ്പോഴാ. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മക്കളിൽ കൊണ്ടുവരേണ്ടത് ഡിവൈസിലെ സാക്ഷരതയാണ് എന്ന് തൽക്കാലം പറഞ്ഞ് ഞാൻ ആ ഭാഗത്തു നിന്ന് വിടവാങ്ങി തിരിച്ചു വരും.